മേഖലയിൽ വൻ ഗതാഗത കുരുക്ക്. 10 കിലോമീറ്റർ അകലെ വരെ വാഹനങ്ങൾ കുടുങ്ങി. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3. ഗുരുതരമായി പരിക്കേറ്റ കൂനമുച്ചി സ്വദേശി ആന്റണിയാണ് മരിച്ചത്. നാളെ ചിങ്ങം 1. പൊന്നോണക്കാലത്തെ വരവേൽക്കാൻ മലയാളികൾ. തിരുവോണം സെപ്റ്റംബർ 5-ന്, 8-ന് പുലിക്കളി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പേട്ടകൂലി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് അരിയങ്ങാടി മാർക്കറ്റിൽ മണിക്കൂറുകളോളം കയറ്റിറക്ക് സ്തംഭിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കരാറുകാരൻ ഇന്നു മുതൽ പുതിയ നിരക്ക് ഈടാക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് കയറ്റിറക്ക് സ്തംഭിച്ചത്. ലോറികളിൽ നിന്ന് ലോഡ് ഇറക്കുന്നത് കരാറുകാരൻ തടയുകയായിരുന്നു. നേരത്തെ ഇത് സംബന്ധിച്ച ചർച്ച നടന്നിരുന്നു. തുടർന്ന് കരാറുകാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. 3 ചക്ര വാഹനങ്ങൾക്ക് 30 രൂപയും 4 ചക്ര വാഹനങ്ങൾക്ക് 70 രൂപയും 12 ചക്ര വാഹനങ്ങൾക്ക് 265 രൂപയും 16 ചക്ര വാഹനങ്ങൾക്ക് 649 രൂപയുമാണ് പുതിയ നിരക്ക്. നിരക്ക് കുത്തിനെ വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് വാഹന ഉടമകൾ പറഞ്ഞു. പേട്ടക്കൂലി വർദ്ധിപ്പിച്ചതോടെ ചരക്ക് വാഹനങ്ങൾ തൃശൂർ മാർക്കറ്റിലേക്ക് ഇനി വരില്ലെന്ന ആശങ്കയിലാണ് കയറ്റിറക്ക് തൊഴിലാളികൾ. പോലീസും കോർപ്പറേഷൻ അധികൃതരും നടത്തിയ ചർച്ചയെ തുടർന്ന് ചരക്ക് നീക്കം പുനരാരംഭിച്ചു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ ലാത്തി കൊണ്ടടിച്ച സംഭവത്തിൽ BJP നേതൃത്വം സംസ്ഥാന പോലീസ് മേധാവിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. മാർച്ചിനിടെ വിരോധം തീർക്കാൻ തലയ്ക്കടിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഒരു പ്രകോപനവുമില്ലാതെ BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിനെ തലക്കടിച്ച ഉദ്യോഗസ്ഥനെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു. ഹെൽമറ്റും മാസ്കും ധരിച്ചെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് ജസ്റ്റിൻ ജേക്കബിന്റെ തലക്കടിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. സുരേഷ് ഗോപി MP-യുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന് പിന്നാലെയാണ് BJP പ്രവർത്തകർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് ശമനമില്ലാതെ ചാലക്കുടി. ഇന്ന് പുലർച്ചെ മുതൽ തുടങ്ങിയ രൂക്ഷമായ ഗതാഗത സ്തംഭനം മണിക്കൂറുകളോളം പിന്നിട്ടിട്ടും തുടരുകയാണ്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂർ ജംഗ്ഷനിലെ റോഡിന്റെ ശോചനീയാവസ്ഥയാണ് കിലോമീറ്ററുകൾ നീളുന്ന സ്ഥിരം ഗതാഗത കുരുക്കിന് കാരണം. 10 കിലോമീറ്റർ അകലെ കൊടകര വരെ വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികൾ കടന്നുപോകാൻ ഭാരവാഹനങ്ങൾ ഏറെ സമയം എടുക്കുന്നതാണ് ദുരവസ്ഥയ്ക്ക് കാരണം. കഴിഞ്ഞ ദിവസം കുഴിയിൽ കുടുങ്ങി തടിലോറി തല കീഴായി മറിഞ്ഞിരുന്നു. ഇതോടെ വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ രൂക്ഷമായ ഗതാഗത സ്തംഭനമാണ് ഉണ്ടായത്. കുന്നംകുളം കാണിപ്പയ്യൂർ കുരിശിന് സമീപം ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3. കൂനമുച്ചി സ്വദേശി കുത്തൂർ വീട്ടിൽ കൊച്ചപ്പന്റെ മകൻ 59 വയസ്സുള്ള ആന്റണിയാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ആന്റണി. ആന്റണിയുടെ ഭാര്യ പുഷ്പ, കളമശ്ശേരി പത്തടിപ്പാലം സ്വദേശി കുഞ്ഞിരാമൻ എന്നിവർ അപകട ദിവസം മരിച്ചിരുന്നു. ആംബുലൻസിൽ രോഗിക്കൊപ്പമുണ്ടായിരുന്ന സ്റ്റാഫ് നഴ്സ് ആലുവ സ്വദേശി വിപിൻ, ആംബുലൻസ് ഡ്രൈവർ കളമശ്ശേരി സ്വദേശി അനീഷ്, രോഗിയുടെ ബന്ധുക്കളായ കണ്ണൂർ സ്വദേശി വിനോദ്, കണ്ണൂർ ചെറുകുന്ന് സ്വദേശി ചന്ദ്രൻ എന്നിവർ പരിക്കുകളോടെ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസിൽ തെറ്റായ ദിശയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ ആംബുലൻസ് മറിഞ്ഞു. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എറണാകുളം കിൻഡ ഹോസ്പിറ്റലിൽ നിന്നും കണ്ണൂർ മിഷൻ ഹോസ്പിറ്റലിലേക്ക് രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. TCV ന്യൂസ് കുന്നംകുളം. നാളെ ചിങ്ങം 1, മലയാളിയുടെ പുതുവർഷപ്പിറവി. കർഷക ദിനം കൂടിയാണ് ചിങ്ങം 1. ഇതിന്റെ ഇരുണ്ട ഓർമ്മകൾക്ക് 7 ആണ്ട് തികഞ്ഞു. അന്ന് ഏറെ നാശനഷ്ടം നേരിട്ട ചാലക്കുടിയും പരിസര പ്രദേശങ്ങളും ഇപ്പോഴും ആ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ്. ചാലക്കുടി നഗരസഭയുടെ പുഴയോരം പ്രദേശത്തും പരിയാരം, മേലൂർ, കാടുകുറ്റി പഞ്ചായത്തുകളുമാണ് അന്ന് ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. മേലൂരിലെ ഡിവൈൻ ലഹരിമുക്ത കേന്ദ്രത്തെ മുഖ്യ പ്രളയത്തിൽ 100ഓളം രോഗികളുടെ ജീവൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പടിഞ്ഞാറേ ചാലക്കുടിയിൽ വീടിടിഞ്ഞു വീണ നഗരത്തിലെ വ്യാപാരിയും അമ്മയും മരിച്ചത് പ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മയാണ്. വെട്ടിക്കുഴിയിൽ ഉരുൾപൊട്ടലിൽ വീട്ടമ്മയുടെ മരണവും സ്വകാര്യ ബസ് ജീവനക്കാരന് മുരിങ്ങൂരിൽ ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടമായതും കണ്ണീരോർമ്മകൾ. ചാലക്കുടി നഗരത്തിലും ദേശീയപാതയിലും വെള്ളം കയറി. വെറ്റിലപ്പാറ പാലം ഭാഗികമായി തകർന്നു. പ്രളയത്തിൽ പുഴയിലൂടെ ഒഴുകിയ മരങ്ങൾ വെട്ടുകാട് പാലത്തിന്റെ തൂണുകളിൽ തടഞ്ഞു നിന്നു. ഒടുവിൽ പാലത്തിന് മുകളിലൂടെ വെള്ളമൊഴുകി.
പാലം തന്നെ ഒലിച്ചു പോകുമോ എന്ന പേടിയുണ്ടായി. പിന്നീട് ഇവിടം കേന്ദ്രീകരിച്ചു നടന്നത് വിലമതിക്കാനാകാത്ത രക്ഷാപ്രവർത്തനം. വെള്ളപ്പൊക്കത്തിന്റെ ഏറ്റവും ക്ലോസ് പഞ്ചായത്തുകളിൽ ഒന്നാണ് മേലൂർ. കൂടെ കാടുകുറ്റിയും സമാനമായ കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ഓർമ്മകൾ അനുസ്മരിപ്പിക്കപ്പെടുന്ന രീതിയിൽ കാലാവസ്ഥയിൽ കാണുന്ന വ്യതിയാനം തീർത്തും ഭീതിജനകമായിട്ടുള്ള ഒരു ഓർമ്മകളിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. കുറേ കാലത്തെ ഓർമ്മകൾ പിന്നോട്ട് പോകുമ്പോൾ തികച്ചും ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു അനുഭവമായി നിലനിൽക്കുകയാണ്. മഹാദുരന്തവും കെടുതികളും രക്ഷാപ്രവർത്തനവുമെല്ലാം വരും തലമുറയുടെ ഓർമ്മയിലേക്ക് പകരാൻ കാടുകുറ്റി പഞ്ചായത്തിലെ അന്നനാടും പരിയാരത്തെ കാഞ്ഞിരപ്പള്ളിയിലും സ്തൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. കുറാഞ്ചേരി ദുരന്തം കഴിഞ്ഞ് 7 കൊല്ലം പൂർത്തിയാകുമ്പോൾ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഉറ്റവരും സ്നേഹിതരും പ്രണാമം അർപ്പിച്ചു. 2018 ഓഗസ്റ്റ് 16 കുറാഞ്ചേരിയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 19 ജീവനുകളാണ് പൊലിഞ്ഞത്. അനുസ്മരണ യോഗത്തിൽ MLA-മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, തെക്കങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, MR അനൂപ് കിഷോർ, MR സോമനാരായണൻ, PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി തുടങ്ങിയവർ പങ്കെടുത്തു. അങ്ങനെ ഒരു കരുതൽ, കുറാഞ്ചേരിയുടെ കരുതൽ അപ്രതീക്ഷിതമായ മണ്ണിടിച്ചിലുണ്ടാവുകയും ഈ ദുരന്തത്തിന് കാരണമുണ്ടാകുമ്പോൾ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മാതൃകയായി. യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പേരിൽ സായന സദസ്സ് സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ, അഡ്വക്കേറ്റ് രമേശ് പൂങ്കാവനം, T ഗോപാലകൃഷ്ണൻ, ശിവൻ വീട്ടിക്കുന്ന്, വിനോദ് ചേലക്കര തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസിന് തിരിച്ചു വരില്ല, കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നുള്ള വലിയ പ്രചരണങ്ങളൊക്കെ രാജ്യത്തിന്റെ മണ്ണിൽ ഉണ്ടാകുമ്പോഴും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ചാവക്കാട് സമരസംഗമം സംഘടിപ്പിച്ചു. കൂട്ടങ്ങൽ ചത്തുരത്തിൽ നടന്ന പരിപാടി CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി എറിൻ ആന്റണി, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗൗരവപൂർണമായ സമൂഹത്തെ പൂർണ്ണമാക്കാൻ ഡിവൈഎഫ്ഐ ശ്രമിച്ചു. സന്ദേശം എത്തിക്കാനും വേണ്ടി ഡിവൈഎഫ്ഐ പരിശ്രമിച്ചിട്ടുണ്ട്. 1900 ഇന്ന് ഭരണത്തിലിരിക്കുന്നവരും GDP-യുടെ 50% 300 കുടുംബങ്ങളുടെ കയ്യിലാണ്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് സ്വാതന്ത്ര്യദിനത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് 11 വീൽ ചെയറുകൾ സംഭാവന നൽകി. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകുന്ന വീൽ ചെയറുകൾ തൃശൂർ ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് MD രാജേഷ് മേയർ MK വർഗീസിന് കൈമാറി. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ടാജ് പോൾ പനയ്ക്കൽ, ഡോക്ടർ നോബിൾ, നഴ്സിംഗ് സൂപ്രണ്ട് M ജ്യോതി, ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ഡയറക്ടർമാരായ സജിമോൾ, ചിന്നമ്മ വിൻസെന്റ്, കവിത, സ്റ്റേറ്റ് ഹെഡ് സനീഷ്, സുനിൽ, പ്രസീദ്, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന് നിലവിൽ 50ഓളം ബ്രാഞ്ചുകളും 650-ലേറെ ജീവനക്കാരുമുണ്ട്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഫൗണ്ടേഷൻ പൊതുജനങ്ങൾക്കായി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. നോൺ ബാങ്കിംഗ് ധനകാര്യ മേഖലയിൽ കഴിവും പ്രാഗൽഭ്യവുമുള്ള ഡയറക്ടർമാരുടെ നേതൃത്വവും പരിചയസമ്പന്നരായ ജീവനക്കാരുടെ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനവുമായാണ് ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് സ്വകാര്യ ധനകാര്യ രംഗത്ത് മുന്നേറുന്നത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വാർത്തയിലേക്ക്. AIYF ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂരിൽ യുവസംഗമം സംഘടിപ്പിച്ചു. CPI ജില്ലാ കൌൺസിൽ അംഗം T. പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. AIYF ചേലക്കര മണ്ഡലം പ്രസിഡന്റ് PR കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. CPI ചേലക്കര മണ്ഡലം സെക്രട്ടറി P. ശ്രീകുമാരൻ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം TP സുനിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ദിനേശ്, മണ്ഡലം സെക്രട്ടറി VK പ്രവീൺ, AISF ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS അഭിറാം എന്നിവർ സംസാരിച്ചു. അവന്റെ മുന്നിൽ സർക്കാർ വാതായനങ്ങൾ തുറക്കപ്പെടണമെന്നും അവൻ പഠിച്ചതനുസരിച്ചുള്ള തൊഴിൽ നൽകാൻ ഭരണകൂടത്തിന് കടമയുണ്ട് എന്ന തിരിച്ചറിവുമുള്ള യുവജന പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്ത്യയിൽ 1980-കളിൽ തൊഴിലല്ലെങ്കിൽ ജയിലെന്ന മുദ്രാവാക്യവുമായി ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ അണിനിരത്തിയ യുവജന പ്രസ്ഥാനമാണ് AIYF. മാള കുരുവിലിശ്ശേരി RLV സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് കാട് കയറിക്കിടക്കുന്നത് അപകട ഭീഷണിയാകുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ നിരന്തരം നടത്തുന്ന പരിശോധനയിൽ ഈ പൊതുവിദ്യാലയത്തിന്റെ പരിസരം കാണാതെ പോകുകയാണെന്നാണ് ആക്ഷേപം. വിദ്യാലയങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കി സാക്ഷ്യപ്പെടുത്തുന്നവർ പരിസരം കൂടി സുരക്ഷിതമാണെന്ന് പരിശോധിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മാള പഞ്ചായത്തിലെ കുരുവിലശ്ശേരി RVLP സ്കൂളിന്റെ പരിസരം കാടുകയറി കിടക്കുന്നത് കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കാടിനൊപ്പം രക്ഷിതാക്കളുടെ ആദിയും വളരുകയാണ്. കാടുകയറിയ സ്ഥലം പാമ്പുകളുടെ താവളമായി മാറിയിരിക്കുകയാണ്. അടുത്തിടെ സർക്കാർ ഏറ്റെടുത്ത ഈ വിദ്യാലയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിരവധി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. വിദ്യാലയങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾക്ക് പുറമെ അവലോകന യോഗങ്ങളും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പരിസരത്തേക്ക് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം. കാടുകയറിയ സ്ഥലത്തേക്ക് മാലിന്യങ്ങളും വലിച്ചെറിയുന്നുണ്ട്. വലിയ പറമ്പ് ജംഗ്ഷനിൽ തന്നെയാണ് ഇത്തരത്തിൽ കാടുകയറിയ സ്കൂൾ പരിസരമുള്ളതെന്നാണ് ഏറെ കൗതുകം. സുരക്ഷയ്ക്ക് ഭീഷണിയായി സ്വകാര്യ സ്ഥലങ്ങളിൽ കാടുകയറിയാൽ പോലും വെട്ടിനീക്കാൻ പഞ്ചായത്തുകൾക്ക് ബാധ്യതയുണ്ടെന്ന കോടതി വിധിയും തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവും നിലനിൽക്കുമ്പോഴാണ് പൊതുവിദ്യാലയത്തിനോട് ചേർന്ന് കാടുകയറി കിടക്കുന്നത്. TCV ന്യൂസ്, മാള. തിരുവല്ലാമല ശ്രീ വില്വാതിരിനാഥ ക്ഷേത്രത്തിൽ ഓണസദ്യ ഞായറാഴ്ച നടക്കും. ചിങ്ങം 1-നാണ് തിരുവല്ലാമല ശ്രീ വില്വാതിരിനാഥ ക്ഷേത്രത്തിൽ ഓണസദ്യ സംഘടിപ്പിക്കുന്നത്. ബ്രദേഴ്സ് തിരുവല്ലാമലയുടെ നേതൃത്വത്തിലാണ് സമർപ്പണം. തുടർച്ചയായി 13-ാം വർഷമാണ് ചിങ്ങം 1-ന് സദ്യ നടത്തുന്നത്. കുട്ടികൾക്കായി വിനോദോപാധികൾ ഒരുക്കി കൊടുങ്ങല്ലൂർ ശൃംഖപുരം GLP സ്കൂളിൽ വർണ്ണകൂടാരം തുറന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീല പണിക്കശ്ശേരി, KS കൈസാബ്, LC പോൾ, കൌൺസിലർമാരായ KR ജൈത്രൻ, CS സുവിന്ദ, ഗീത റാണി തുടങ്ങിയവർ സംസാരിച്ചു. വർണ്ണകൂടാരത്തിന്റെ ശില്പി ഷൈൻ മഞ്ഞലിയെ ചടങ്ങിൽ ആദരിച്ചു. വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂളിന് മുൻവശത്തായി റോഡിനോട് ചേർന്ന് വളർന്നു നിന്നിരുന്ന കുറ്റിച്ചെടികൾ ഓട്ടോ ഡ്രൈവർമാർ വെട്ടിമാറ്റി. ഡ്രൈവർ രാജൻ പയ്യാക്കയാണ് കുറ്റിച്ചെടികൾ വെട്ടിനീക്കിയത്. കുറ്റിച്ചെടികൾക്കിടയിൽ ഇഴജന്തുക്കളെ കാണുന്നത് പതിവായ സാഹചര്യത്തിലാണ് രാജൻ ഈ മാതൃകാ പ്രവർത്തനത്തിന് ഇറങ്ങിയത്. കൊടകര സ്നേഹ മ്യൂസിയത്തിന്റെ വാർഷികം ആഘോഷിച്ചു. 1-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്നേഹത്തിന്റെ രൂപഭാവങ്ങളെ അക്ഷരങ്ങളിലൂടെ പ്രതിനിധാനം ചെയ്യുന്ന 11 സ്നേഹരൂപങ്ങൾ എന്ന ശില്പം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മ്യൂസിയം ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരികോത്സവം എഴുത്തുകാരി രാജകുമാരി ഉദ്ഘാടനം ചെയ്തു. പ്രായഭേദമന്യേ സ്വതന്ത്രമായി വരയ്ക്കാനായി സജ്ജമാക്കിയ തുറന്ന ക്യാൻവാസിന്റെ ഉദ്ഘാടനം മേള കലാകാരൻ കൊടകര ഉണ്ണി നിർവഹിച്ചു. പ്രകാശൻ ഇഞ്ചക്കുണ്ട്, എഴുത്തുകാരൻ അഡ്വക്കേറ്റ് VP ലിസൺ എന്നിവർ സംസാരിച്ചു. ഇടവേള. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ.
ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര. ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. വാർത്തയിലേക്ക്. തലൂർ ദീപ്തി ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി യോഗം ചേർന്നു. സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക റീന കെ ജോൺ അധ്യക്ഷത വഹിച്ചു. ഫാദർ വിൻസെന്റ് പാറേക്കാട്ടിൽ, ബാബു ഡേവിസ്, ജോസഫ് ചാക്കേരി, MJ വിൻസെന്റ്, ഫാദർ CB വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. മാളപ്പള്ളിപ്പുറം സെന്റ് ആനീസ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ ശതാബ്ദി വിളംബര പ്രയാണം നടത്തി. തിരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ നിന്നാണ് വിളംബര ദീപശിഖ പ്രയാണം തുടങ്ങിയത്. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പ്രയാണം സന്ദേശം നൽകി. തുടർന്ന് തിരുനാൾ ദിവ്യബലിയും നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം വർഷം തോറും നടത്തിവരാറുള്ള സാമ്പത്തിക സഹായ പദ്ധതിയായ സാന്ത്വനത്തിന്റെ ആദ്യഘട്ടം കേരളവർമ്മ വായനാശാല ഹാളിൽ നടന്നു. കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സുഹൃത്ത് സംഘം പ്രസിഡന്റ് അനൂപ് മേനോൻ അധ്യക്ഷത വഹിച്ചു. MLA സേവരി ചിറ്റിലപ്പള്ളി, നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ, നഗരസഭാ കൌൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത്, കവിത കൃഷ്ണനുണ്ണി, PN വൈശാഖ് എന്നിവർ സംസാരിച്ചു. ശ്രീ PN സുരേന്ദ്രൻ അവർകളെയും അടുത്തതായി വടക്കാട് പ്രസിഡന്റ് ശ്രീ രവി കപാലത്തിനെ ഈ വേദിയിലേക്ക് ഒപ്പം പ്രമീള അനിൽകുമാർ. US-ലെ ഹാർവാർഡ് സർവകലാശാലയിലേക്ക് തൃശൂർ സ്വദേശിനി ഹനാൻ ഫാത്തിമ മോളിക്കുലർ ആൻഡ് സെല്ലുലാർ ബയോളജി ഡിപ്പാർട്ട്മെന്റിൽ ന്യൂറോ സയൻസിൽ സ്കോളർഷിപ്പോടെ PhD ഗവേഷണം ചെയ്യാനുള്ള അവസരമാണ് കൊടുങ്ങല്ലൂർ സ്വദേശിനി ഹനാന് ലഭിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതിയിലെ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ, കൊടുങ്ങല്ലൂർ ശാന്തിപുരം കറുകപ്പാടത്ത് KA നൌഷാദിന്റെയും അധ്യാപിക തസ്നീം നൌഷാദിന്റെയും മകളാണ്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചിറക്കൽ കാട്ടക്കാമ്പാൽ യൂണിറ്റിന്റെ 25ാം വാർഷികവും കുടുംബസംഗമവും നടത്തി. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി MK പോൾസൺ സ്മരണിക പ്രകാശനം ചെയ്തു. റെഡ്സൺ റോയ്, KR ബിജി, PI മോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. അവരെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വ്യാപാരത്തിനെതിരെ വരുന്ന പ്രയാസങ്ങളെ തരണം ചെയ്യാനും ഒക്കെ തന്നെ കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സംഘടന നടത്തി വരുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ച് വ്യാപാരം കുറയുന്നു. അതോടൊപ്പം തന്നെ വ്യാപാരം കുറയുന്നു, വരുമാനം കുറയും. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഇടവക ദിനവും ആഘോഷിച്ചു. ഡോക്ടർ ജോസഫ് മാർ ദിവാനിയോസ് മുഖ്യകാർമ്മികനായി. കുടുംബസംഗമത്തിൽ ഫാദർ ബെഞ്ചമിൻ, വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ട്രസ്റ്റി സാംസൺ S പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. AIYF ചെയർപം മണ്ഡലം കമ്മിറ്റി യുവസംഗമം സംഘടിപ്പിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. AIYF ചെയർപം മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് ശങ്കർ അധ്യക്ഷനായി. KK ജോബി, KK രാജേന്ദ്ര ബാബു, BA ബെന്നി, രേഖ റിതേഷ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ചിന്മയ നവഗ്രഹ ക്ഷേത്രത്തിൽ ലളിതാമൃതം ശ്രീ ലളിത സഹസ്രനാമ പദ പഠനവേദിയുടെ നേതൃത്വത്തിൽ ശ്രീലളിത സഹസ്രനാമ ജപം നടന്നു. സാമൂഹ്യ പ്രവർത്തക ശോഭ സുരേന്ദ്രൻ ഭദ്രദീപം കൊളുത്തി ജപത്തിന് തുടക്കമിട്ടു. പെരുവലു കോട്ടക്കുറുമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറയും ആദരണ ചടങ്ങും നടന്നു. ഇല്ലനിറയ്ക്ക് അരുൺകുമാർ എമ്പ്രാന്തരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ K കുഞ്ഞുണി, സുരേഷ് കുമാർ, സാബു പിള്ളാട്ടിൽ, PN സോമശേഖരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ജീവകാരുണ്യ സംഘടനയായ പോത്തു ജെന്റിൽമാൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രാസലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശയാത്ര നടത്തി. മുരളി പെരുന്നെല്ലി MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ജെന്റിൽമാൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജെയിംസ് ആന്റണി അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OJ ഷാജൻ, ഭാരവാഹികളായ BG തോംസൺ, PK ബാബു, രേണു ഒബേര തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബങ്ങളിലും ഒത്തിരി പ്രശ്നങ്ങൾ ഉളവാക്കുന്ന ഈ മയക്കുമരുന്ന് എന്ന വലിയ ലഹരി മൂലം ഒത്തിരി കുടുംബങ്ങൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴുവിൽ യൂണിറ്റ് വാർഷിക പൊതുയോഗം ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് NK ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. KK ഭാഗ്യനാഥൻ, ഷിനോദ് ചിറയിൽ, AM മുഹമ്മദ് താജുദ്ദീൻ കാവുങ്ങൽ, ഷീല പ്രേംരാജ് എന്നിവർ സംസാരിച്ചു. വ്യാപാരത്തിന്റെ ട്രഡീഷണൽ വ്യാപാരത്തിന്റെ ഭാവി വലിയ പ്രയാസത്തിലാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രാഷ്ട്ര നിർമ്മിതിക്ക് ഏറ്റവും അധികം സംഭാവന നൽകിയിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തോട് സർക്കാർ വലിയ വിവേചനം കാട്ടുകയാണെന്ന് CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിനോടുള്ള സർക്കാർ വിവേചനത്തിനെതിരെ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംഘടിപ്പിച്ച സമര പ്രഖ്യാപന കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാരിൽ നിന്ന് ക്രിസ്ത്യൻ സമൂഹം നേരിടുന്നത് വേദനാജനകമായ അനുഭവങ്ങളാണ്. നിയമനങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. 2018 മുതൽ 2021 വരെ നടത്തിയിട്ടുള്ളത് താൽക്കാലിക നിയമനങ്ങൾ മാത്രമാണ്. ശമ്പളം കിട്ടാതെ വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരാണ് ബഹുഭൂരിപക്ഷവും. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റിനോട് ഈ അനീതിയെന്നും മാർത്താഴത്ത് ചോദിച്ചു. എന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന വിവേചനത്തോടെയുള്ള ക്രൈസ്തവരോടുള്ള പെരുമാറ്റം തുടങ്ങിയവയൊക്കെ നമുക്ക് ഇന്ന് വേദനാജനകമായ അനുഭവങ്ങളാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ അധ്യാപക പ്രതിഷേധ കൺവെൻഷൻ നടപ്പിലാക്കുന്ന. കേന്ദ്ര സർക്കാരിന്റെ മിനി ക്യാബിനറ്റായി ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുന്നുവെന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം P. സന്തോഷ് കുമാർ MP. രാഷ്ട്രീയത്തിൽ ഒരു അശ്ലീലം പോലെ ഉയർന്നു നിൽക്കുകയാണ് സുരേഷ് ഗോപിയെന്നും സന്തോഷ് കുമാർ MP പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറി സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPI സംഘടിപ്പിച്ച ജനാധിപത്യ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവകറുടെ ചിത്രം വലുതാക്കി മഹാത്മാഗാന്ധിക്ക് മീതെ പ്രതിഷ്ഠിക്കുകയാണെന്ന് പാതകം ചെയ്തത് സുരേഷ് ഗോപിയുടെ മന്ത്രാലയമാണെന്ന് സന്തോഷ് കുമാർ പറഞ്ഞു. സുഹൃത്തുക്കളുണ്ട്, പക്ഷെ ആ സാഹചര്യങ്ങളും ഇതും തമ്മിൽ അജഗജാന്തരമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു ഇലക്ഷൻ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. ഇലക്ഷൻ അട്ടിമറിക്കുമ്പോൾ അതും ഒരു പുതിയ കാര്യമായിരിക്കണമെന്നില്ല. കള്ളവോട്ടുകളെയൊക്കെ സംബന്ധിച്ച ആക്ഷേപങ്ങൾ, ഇരട്ട വോട്ടിനെ സംബന്ധിച്ച ആക്ഷേപങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ജനാധിപത്യ സമ്പ്രദായത്തിനകത്ത് പുതിയ കാര്യങ്ങളല്ല. രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഈ പ്രക്രിയയുടെ ഭാഗമായിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും അത്തരം ആക്ഷേപങ്ങളെ കുറിച്ചെല്ലാമുള്ള ധാരാളമായ അറിവുകൾ ഉണ്ടാവും. പക്ഷെ ഇത് അത്തരമൊരു സാഹചര്യമാണ് എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ആ സാഹചര്യങ്ങളും ഇതും തമ്മിൽ അജഗജാന്തരമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു ഇലക്ഷൻ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. ഇലക്ഷൻ അട്ടിമറിക്കുമ്പോൾ അതും ഒരു പുതിയ കാര്യമായിരിക്കണമെന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലോളം കാലമായി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉന്നയിച്ച തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ധാരാളമായ ആക്ഷേപങ്ങളുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ടാമ്പറിംഗ്, അതിനെ കൃത്രിമമായി അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ ആകെ അട്ടിമറിക്കുന്ന സ്ഥിതി. അങ്ങനെ അട്ടിമറിക്കാൻ സാധിക്കുമെന്ന ഒരു ലേഖനം തന്നെ എഴുതിയത് BJPയുടെ കഴിഞ്ഞ MP ആയ സാമാന്യ മര്യാദയുണ്ടെങ്കിൽ സുരേഷ് ഗോപി രാജിവെക്കണം. സുരേഷ് ഗോപി രാഷ്ട്രീയ മാലിന്യമെന്ന് സന്തോഷ് കുമാർ ആരോപിച്ചു. തൃശൂർക്കാരുടെ ഈ വിധി ഭൂമിയിൽ ഒരാൾക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നും സന്തോഷ് കുമാർ പരിഹസിച്ചു. തെക്കേ ഗോപുരനടയിൽ നടന്ന ജനാധിപത്യ സംരക്ഷണ സദസ്സിൽ മുൻ MP CN ജയദേവൻ അധ്യക്ഷത വഹിച്ചു. KP രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് BS സുനിൽകുമാർ, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, P. ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 7,615 രൂപ, പവന് 60,920 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ അരിയങ്ങാടി മാർക്കറ്റിൽ കയറ്റിറക്കം മണിക്കൂറുകളോളം സ്തംഭിച്ചു. പേട്ടക്കൂലി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് കയറ്റിറക്കം സ്തംഭിച്ചത്. BJP മാർച്ചിനിടെ പോലീസ് മർദ്ദനത്തിൽ പരാതി നൽകി BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. കൊലപ്പെടുത്താൻ ശ്രമിച്ചതായാണ് കമ്മീഷണർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയത്. ദേശീയപാതയിലെ ചാലക്കുടി മുരിങ്ങൂർ മേഖലയിൽ വൻ ഗതാഗത കുരുക്ക്. 10 കിലോമീറ്റർ അകലെ വരെ വാഹനങ്ങൾ കുടുങ്ങി. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3. ഗുരുതരമായി പരിക്കേറ്റ കൂനമുച്ചി സ്വദേശി ആന്റണി മരിച്ചു. നാളെ ചിങ്ങം-1 പൊന്നോണക്കാലത്തെ വരവേൽക്കാൻ മലയാളികൾ. തിരുവോണം സെപ്റ്റംബർ 5-ന് 8-ന് പുലിക്കൽ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.